ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് വോൾക്സ്വാഗൻ്റെ വെൻറ്റോ ആണ്, ഡീസലാണ്. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പ് മാറണം, ടൈമിംഗ് ബെൽറ്റ് മാറണം. അപ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറുന്ന സമയത്ത് എങ്ങനെ അതിൻ്റെ മാർക്കിങ് വെക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഫ്രണ്ടിലെ കുറേ ഭാഗങ്ങളായിരിക്കാം. ഡീസൽ ബെൽറ്റിൻ്റെ അവിടുത്തെ ലൈന് കാര്യങ്ങൾ കഴിക്കണം. കൂളൻറ്റിൻ്റെ റിസോർട്ട് ടാങ്ക് അഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പൈപ്പ് ഉണ്ട്, അത് ആദ്യം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് ഡീസൽ ബെൽറ്റിൻ്റെ ലൈന് മൗണ്ടിങ് കാര്യങ്ങൾ അഴിച്ചിട്ടുണ്ട്. മൗണ്ടിങ് കാര്യങ്ങൾ അഴിക്കണം. ഇതാണ് മൗണ്ടിങ്, അതിൻ്റെ ബ്രാക്കറ്റ് അത് കാണുന്നത് മൗണ്ടിങ്. പിന്നെ ബെൽറ്റ് ഇതാണ്, ടൈമിംഗ് ബെൽറ്റ് ഇതാണ്. അതിൻ്റെ ഒരു കവറുണ്ടായിരിക്കും. മുകളിലത്തെ കവർ ആദ്യം നമ്മൾ അഴിക്കട്ടോ. അടിയത്തെ കവറ് അഴിക്കണമെന്നുണ്ടെങ്കിൽ ക്രാങ്കിൻ്റെ പുള്ളി കാര്യങ്ങളൊക്കെ അഴിക്കണം. അപ്പോൾ മുകളിൽ ഇത്ര ഭാഗങ്ങളാണ് ഡീസൽ ഫിൽറ്ററിലേക്ക് വരുന്ന പൈപ്പ് കാര്യങ്ങൾ, ഹൈ പ്രഷർക്ക് പോണ പൈപ്പും കാര്യങ്ങൾ. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ക്രാങ്കിൻ്റെ പുള്ളി അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തെ കവർ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രാങ്കിൻ്റെ പുള്ളി കഴിക്കാൻ 4 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ ബോൾട്ട് അയക്കുക. അതിന് ശേഷം ഇതാ ഈ കവറിൻ്റെ ബോൾട്ടും കാര്യങ്ങളാണ്. അപ്പോൾ ക്രാങ്കിൻ്റെ മാർക്കിംഗ് ആണ് കാണുന്നത്. അവിടെ ഒരു ആരം ഉണ്ടായിരിക്കും. അതിൻ്റെ ബാക്കിൽ ബ്ലോക്കിലായിട്ടൊരു ഹോൾ പോലത്തെ സംഭവം ഉണ്ടായിരിക്കും. അതിലേക്ക് മാച്ച് ചെയ്ത് വെക്കുകയാണ് ക്രാങ്കിൻ്റെ ലോക്ക്. ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കഴിഞ്ഞാലാണ് ക്രാങ്ക് ലോക്ക് ആവുക. ഇനി ഞാൻ കവർ അയക്കണം കേട്ടോ. കവർ അയക്കാതെ നമുക്ക് മാർക്കിങ് വെക്കാം കേട്ടോ. കവറിൻ്റെ മുകളിൽ ഒരു ആരോ മാർക്ക് ഉണ്ടായിരിക്കും. ആ ആരോ മാർക്ക് സെയിം ആക്കി വെച്ചാൽ മതി. അപ്പോൾ അതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത് നമുക്ക് ക്യാമ് ലോക്ക് ചെയ്യണം. ക്യാമ് ലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാമിൻ്റെ പുള്ളിയിലൊരു മാർക്കിംഗ് ഉണ്ടായിരിക്കും, ഒരു ആരോ മാർക്ക് ഉണ്ടോ. ഈ ആരോ മാർക്ക് ഈ സൈഡിലേക്ക് വരണം. ആ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അടിയിലൊരു ഹോള് ഉണ്ടല്ലോ, ഈ ഹോളിലേക്ക് ഒരു അല്ലെങ്കിൽ ഇറക്കി വയ്ക്കണം. ഈ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ബ്ലോക്കിലേക്ക് ഒരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിലേക്ക് നേരെ കയറി ഈ അല്ലെങ്കിൽ ഇരിക്കും. ആ സമയത്ത് ഇത് ക്രാങ്ക് ലോക്കാവും. ക്രാങ്കല്ല, ക്യാമ് ലോക്കാവും. ഉണ്ടോ, ഈ ഹോളുണ്ടോ, ഇതാണ്ട് ഉള്ളിലേക്ക് ഉണ്ട് കേട്ടോ. ആ എൻജിൻ ബ്ലോക്കിലേക്ക് വരുന്നുണ്ട് ആ ഹോള്. ആ ഹോളിലേക്ക് ഇറങ്ങിയിരുന്നാൽ അത് ലോക്കായി. അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് പമ്പിൻ്റെ ലോക്കാണ്. പമ്പിൻ്റെ ലോക്കാണ് കാണുന്നത്, ഉള്ളിൽ കാണുന്നത്. അതേപോലെ ബ്ലോക്കിലേക്ക് ഒരു ഹോൾ ഉണ്ടായിരിക്കും. ആ ഹോളിലേക്ക് ഒരു അല്ലെങ്കിൽ ഇറക്കി വയ്ക്കുക. അപ്പോൾ ആ പമ്പും ലോക്കാവും, പമ്പിൻ്റെ പുള്ളി ലോക്കാവും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മാർക്കിങ് വരുന്നത് കേട്ടോ. ആദ്യം ക്രാങ്ക് മാർക്കിൽ കൊണ്ടുവയ്ക്കുക, അതിനുശേഷം ക്യാമ് ലോക്ക് ചെയ്യുക, പിന്നെ പമ്പ് ലോക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് വോൾക്സ്വാഗനിൽ വരുന്നത്, ലോക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ളത് അതൊക്കെ ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ടെൻഷനർ അയക്കാം. ഈ ടെൻഷനർ ലൂസാക്കി കഴിഞ്ഞാൽ ബെൽറ്റ് ലൂസാവും. അതേപോലെ ഒരു ഐഡലർ ഉണ്ടായിരിക്കും, മുകളിലൊരു ഐഡലർ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ താഴത്തും ഒരു ഐഡലർ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ആദ്യം ടെൻഷനർ അഴിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് ബെൽറ്റ് അഴിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പാണ് ലീക്കായി കാണുന്നത് കേട്ടോ. ആ ഡമ്മീൻ്റെ അവിടെ കൂടെ ലീക്കായിട്ടുള്ളത്. ആ വാട്ടർ പമ്പിന് ഒരു 3 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 3 ബോൾട്ട് അഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് പുറത്തെടുക്കുക. അതിന് ആദ്യം ബെൽറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് മാറ്റണം. വാട്ടർ പമ്പ് ലീക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബെൽറ്റ്, ഐഡലർ, ടെൻഷനർ എല്ലാം അഴിച്ചിട്ടുണ്ട്. വാട്ടർ പമ്പ് എല്ലാം അഴിച്ചിട്ടുണ്ട്. ഇനി പുതിയ വാട്ടർ പമ്പ് ഇതിൽ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാട്ടർ പമ്പിൻ്റെ ഡമ്മിയിലാണ് ലീക്ക് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഈ ഡമ്മിയിലാണ് ലീക്ക് വന്നിട്ട്. അത് 3 ബോൾട്ട് ഉണ്ടായിരിക്കും. ആ 3 ബോൾട്ട് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പമ്പ് എടുക്കാം. ഈ ഡമ്മി വഴിയാണ് ലീക്കായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് വോൾക്സ്വാഗൻ്റെ ഡീസൽ വണ്ടിയിലെ ടൈമിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. ആ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.